പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ 52-ാം ഡിവിഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രധാന മത്സരം നടക്കുന്നത് കേരളം എങ്ങും ഒരു കോർപ്പറേഷൻ്റെയും പഞ്ചായത്ത് ഇലക്ഷൻ്റെയൊക്കെ ഒരു ചൂടിലാണ്. അപ്പോൾ ഇപ്പോൾ ചൂട് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും മുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 52-ാം ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ കൗൺസിലറും തേവര കൗൺസിലറും അതോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ റനേഷാണ് ഇപ്പോൾ നമ്മളോട് കൂടെ ഉള്ളത്. നമ്മൾ റനേഷിനോട് നമുക്ക് ഈ കോന്തുരുത്തിയിൽ വരുമ്പോഴുള്ള കോന്തുരുത്തിയുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊന്ന് റനേഷിനോട് നേരിട്ട് ചോദിക്കാം. അത് നമ്മൾക്ക് തീർച്ചയായിട്ടും ചെയ്തു തരണം. അത് നമ്മളുടെ ഒരു അവകാശമാണ്. നമ്മൾക്ക് റനേഷിനോട് തന്നെ ആ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇലക്ഷൻ ചായയുടെ പോലെ ചൂട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോന്തുരുത്തിയിലാണ് മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ്റെ 2 ടൈമിൽ കൗൺസിലറായിരുന്നു, ചെയർമാനായിരുന്നു. ആ ഒരു പ്രവർത്തന പരിചയവും എൻ്റെ തൊട്ടടുത്ത ഡിവിഷൻ തേവര, നിലവിൽ കൗൺസിലറായിട്ടുള്ള തേവര ഡിവിഷനിൽ ഞാൻ ചെയ്ത ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഒരു നേർക്കാഴ്ചയായി കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോന്തുരുത്തി ഡിവിഷനിൽ ഞാൻ മത്സരിക്കുന്നത്. കോന്തുരുത്തി ഡിവിഷനിൽ ഏതാണ്ട് ഒരു വട്ടം എല്ലാ വീടുകളും കയറിയിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ജനകീയ പ്രശ്നങ്ങൾ, പൊതുപ്രശ്നങ്ങൾ, നാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം കോന്തുരുത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാനും സാധിക്കണം. അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. കാരണം ഒരു പരിചയം, എനിക്ക് പരിചയത്തിൻ്റെ ആവശ്യമില്ല. കാരണം പല കാര്യങ്ങൾക്കും ഇടപെടാനുള്ള കാര്യങ്ങളിലേക്കുള്ളൊരു അറിവ് നേടിക്കഴിഞ്ഞതുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും ചില കാര്യങ്ങൾ ചില ചർച്ചയിലൂടെ ആലോചിച്ചുകൊണ്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. കോന്തുരുത്തിയും തേവരയും നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണതകൾ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കോന്തുരുത്തിയിൽ നടത്തേണ്ടതുണ്ട്. തേവരയിൽ ഞാൻ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തു. അവിടെ ഒരു വലിയ ആശുപത്രി കൊണ്ടുവരാൻ സാധിച്ചു, ഹോമിയോ ഡിസ്പെൻസറി കൊണ്ടുവരാൻ സാധിച്ചു, പൊതു ഇടങ്ങൾ, കളിസ്ഥലങ്ങൾ കൊണ്ടുവന്നു, പാർക്കുകൾ കൊണ്ടുവന്നു, യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ആക്ടിവിറ്റിയായി ബന്ധപ്പെടുന്ന ജിമ്മുകൾ കൊണ്ടുവന്നു, പൊതുയിടങ്ങൾ വൃത്തിയാക്കി നമുക്ക് മാലിന്യമുക്ത ഡിവിഷനായി പൂർത്തീകരിക്കുവാൻ, ഒരു പരിധിവരെ പൂർത്തീകരിക്കുവാൻ തേവരയിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തേവരയിൽ ചെയ്ത, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പ്രവർത്തനമാണ് വയോജനങ്ങളുടെ കൂട്ടായ്മ. തേവരയിലെ ഓൾഡ് ഏജ് ഹോം മാത്രമല്ല, എൻ്റെ കീഴിൽ ഞാൻ കൗൺസിലറായി കഴിഞ്ഞ 14 വർഷമായി, ഏതാണ്ട് 15 വർഷത്തിലധികമായി 300ഓളം അമ്മമാരുടെ 60 വയസ്സ് കഴിഞ്ഞവരുടെ ഒരു വയോജന കൂട്ടായ്മ അവിടെ ഉണ്ട്. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ കുട്ടികൾക്കുള്ള ക്രഷ് അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. കുട്ടികളെ 6 മാസം മുതൽ 3 വയസ്സ് വരെ സർക്കാർ സംവിധാനത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ കുട്ടികളെ 1 രൂപ പോലും കൊടുക്കാതെ സംരക്ഷിക്കുന്ന ഒരിടം തേവരയിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വികസനങ്ങൾ ഞങ്ങൾ തേവരയിൽ കാഴ്ചവെച്ചു. ഞാനല്ല, ഞങ്ങൾ. ആ മാറ്റം മാത്രമല്ല, കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഡ്വക്കേറ്റ് M. അനിൽകുമാർ മേയറായി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച, ആ തുടർച്ചയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കണം. ഒട്ടനവധി വികസനങ്ങൾ, പ്രവർത്തനങ്ങൾ കൊച്ചി നഗരസഭയിൽ ഈ കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പൂർത്തീകരിക്കുന്നതിൻ്റെ തുടർച്ച ഉണ്ടാകണം. വലിയൊരു മാറ്റം കൊച്ചിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. അതൊരു പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുസ്തക രൂപത്തിൽ വന്നതാണ്. ഏതാണ്ട് 80ലധികം പദ്ധതികൾ ഈ കാലയളവിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൂർത്തീകരണം മാത്രമല്ല, ഇനി നഗരത്തിൻ്റെ വികസനോന്മുഖമായ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. കോന്തുരുത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പരിഹരിക്കപ്പെടേണ്ടത് പാവപ്പെട്ട പുറമ്പോക്ക് നിവാസികളുടെ പാവപ്പെട്ട പുറമ്പോക്ക് നിവാസികളുടെ കോന്തുരുത്തി പുഴപ്പുറമ്പോക്ക് അതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ വ്യക്തമായൊരു തീരുമാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കനാൽ നവീകരണം, അതുപോലെ തന്നെ കോന്തുരുത്തിയുടെ പൊതുവായ വികസന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു പൊതു ഇടം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ കൂടി ചർച്ചയിലൂടെ ബന്ധപ്പെട്ട ആളുകളിലൂടെ എല്ലാം ചർച്ച ചെയ്ത് ഒരു വികസനോന്മുഖമായ പദ്ധതികൾ ഇവിടെ നടപ്പാക്കാനാണ് കോന്തുരുത്തി എന്ന നിലയ്ക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ റനീഷ്, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു STP പ്ലാനിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ ഒട്ടനവധി ഭയാശങ്കയോടുകൂടി എന്നോട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ആ പദ്ധതി തൽക്കാലം ആ നിലവിലുള്ള പ്രദേശത്ത് നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം.
ആ തീരുമാനത്തോട് ആണ് ഞങ്ങൾ യോജിച്ച് നിൽക്കുന്നത്. മറ്റേതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിന് അനുയോജ്യമായ ആ പദ്ധതി അനുയോജ്യമായ സ്ഥലത്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നിലവിൽ കോന്തുരുത്തിയിൽ പറഞ്ഞ ആ പ്രദേശത്തു നിന്ന് ആ പദ്ധതി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാനും കൂടി ഒരു ചർച്ചയിൽ പങ്കെടുത്തതാണ്. ആ പദ്ധതി ഏതായാലും നിലവിലെ ആ പ്രദേശത്ത് നമ്മൾ നടപ്പാക്കില്ല. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി അഥവാ ഇവിടുത്തെ 4 സ്ഥാനാർത്ഥികൾ, പ്രധാന 4 സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. ആരും ഒന്നിലൊന്നും മെച്ചം തന്നെയാണ്. അപ്പോൾ റനേഷിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ, അതോടൊപ്പം 2020 സ്ഥാനാർത്ഥികൾ, പിന്നെ NDAയുടെ ഭാഗമായിട്ടുള്ള ശിവസേനയുടെ സ്ഥാനാർത്ഥികൾ, ഇവരുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കും. അപ്പോൾ ചൂടുപിടിച്ച ഈ അവസരങ്ങളിൽ നമ്മൾക്ക് ഈ വീഡിയോ പരമാവധി നമ്മളുടെ ആവശ്യങ്ങളാണ്. ഇവിടെ സ്ഥാനാർത്ഥി ഏത് ജയിക്കണം എന്നുള്ളതല്ല, 4 പേരിൽ ഒരാളെ ജയിക്കുള്ളൂ. ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ 52ാം ഡിവിഷനിൽ നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ, ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി പറപ്പള്ളി.